ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ ഇൻക്ലാൻഡ് സ്പെഷ്യൽ മാച്ചാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫിനിക്സിൻ്റെ ഇൻക്ലാൻഡ് ലൈനപ്പുകൾ തമ്മിലുള്ള മാച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ലോട്ട് നമ്പർ 2 ലെബനൈസർ മാത്രമായി പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോമോൻ കയറി വരുന്നുണ്ട്. ഫിനിക്സ് മാരിയറ്റ് അവിടെ കയറി വരുന്നുണ്ട്. മാരിയറ്റ്, എംപർ വൈറ്റി, 47 എന്നിവരായിട്ട് ഒരു ടീമിൽ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ലോട്ട് നമ്പർ 4 നിൽക്കുന്നു ഡബിൾ ബ്രോ ആർത്തി, ഫിനിക്സ് ഓഫ് വൈറ്റി ആൻഡ് ഫൈറ്റർ, അതോടെ ഗോഡ് വൈറ്റി, സന്തോഷ് നോ ആൻഡ് ഹീരിയോസ് ഒരു കോണിൽ, നൂബ് വൈറ്റി ആൻഡ് ലോക്കി ഒരു കോണിൽ നിൽക്കുന്നു. ഡീമൻ വീക്ക് മാവറിക് ഒരു കോണിലിരിക്കുന്നു. ഫിനിക്സിന്റെ ബ്ലൂ ടീമാണ് ഫുൾ ആയിട്ട് മൊത്തത്തിരിക്കുന്ന. സ്ലോട്ട് നമ്പർ 9 and 10 ബ്ലൂ ടീം അവിടെ ഓക്കുപൈ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മളെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇനിയൊന്നും ലൈവ് പോയിട്ടില്ലേ? ലൈവ് പോയില്ലേ? യെസ്, ലൈവ് ആണല്ലോ. അയ്യോ, ലൈവ് ലിങ്ക് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഫൈറ്റിംഗ് അവിടെ ഓൺ ആയിട്ടുണ്ട്. തൊട്ടക്കട്ടൊക്കെയുള്ള ഫൈറ്റ്. ബൂട്ട് ക്യാമ്പ് ചലഞ്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൂട്ട് ക്യാമ്പിൽ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ചാണ്. അയ്യോ, എന്ത് തേപ്പാടേ ഇത്. പ്ലീസ് ഗൈസ് ഹോൾഡ് ഓൺ, ഈ ലിങ്ക് ഒന്ന് കൊടുത്തോട്ടെ. അപ്പോൾ നമ്മുടെ ബൂട്ട് ക്യാമ്പിലേക്ക് ആൾക്കാരെല്ലാം നിരനിരയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നേരെ നൂബ് വൈറ്റിയിലേക്ക് പോകും. ആദ്യം എത്തുന്ന പുള്ളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ യെസ്, നൂബ് വൈറ്റിയാന്ന് തോന്നുന്നു ആദ്യം എത്തുന്നത്. അപ്പോൾ ബൂട്ട് ക്യാമ്പ് ഏരിയയിൽ നമ്മുടെ നൂബ് വൈറ്റിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് എല്ലാം അവിടെ ചാടി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ചുറ്റും ആൾക്കാർ, എല്ലായിടത്തും ആൾക്കാർ. അപ്പോൾ നമുക്കൊന്ന് പാൻ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മെമ്പേഴ്സിനെ നോക്കാം. ഫിനിക്സ് ലോക്കി ആൻഡ് നൂബ് വൈറ്റി ഒരിടത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഫിനിക്സ് മാവറിക് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. മാവറിക് ആൻഡ് നൂബ് വൈറ്റി തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. മാവറിക് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അവിടെ ഫൈറ്റിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് നൂബ് വൈറ്റി അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. നൂബ് വൈറ്റി ആരെയാണോ ആരൊക്കെയോ നൂബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മാവറിക്കിന് മനോഹരമായ കൗണ്ടർ അറ്റാക്ക്. നൂബിനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് വീക്ക് ഒക്കെ അവിടെ കയറി ചെന്ന് നൂബിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗോഡ് വൈറ്റി അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. എന്താണ് സംഭവം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് മാറിപ്പോകാം. അയ്യോ, ലൈവ്. അതോടൊപ്പം തന്നെ കട്ട ഫൈറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗോഡ് വൈറ്റിയുടെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഹീലിയോസ് ഒക്കെ അവിടെ ഫയറിംഗ് നടക്കുന്നുണ്ട്. ആരെയൊക്കെ അടിക്കുന്നതെന്നുള്ള അറിയത്തില്ല. ഹീലിയോസ് അവിടെ നിൽക്കുന്നുണ്ട്. സന്തോഷ് അവിടെ നിൽക്കുന്നുണ്ട്. ജോമൻ അവിടെ നിൽക്കുന്നുണ്ട്. എബനൈസർ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും തൊട്ടടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. താഴത്തെ കോമ്പൗണ്ടുകളിലൊന്നും ആരും കാണുന്നില്ല. ഗാൻ ഫൈറ്റ് നമ്മുടെ ബ്ലൂ ലൈനപ്പിൽ രണ്ടും തമ്മിൽ അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. ബ്ലൂ ലൈൻ എന്നെ ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഗൈസ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ ജോക്ക് ആൽഫ അടിച്ചു തീർന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെ കട്ട ഫൈറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീലിയോസ് ആൻഡ് എംപർ വൈറ്റി തമ്മിലുള്ള ഫൈറ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹീലിയോസ് എംപർ വൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മാരിയോട്ട് അവിടെ ഡൗൺ ആണ്. ഫിനിക്സ് 47 മാത്രം അവിടെ ശേഷിക്കുന്നു. കട്ട ഫൈറ്റുകൾ അവിടെ ടീം നമ്പർ 9 and 10 തമ്മിൽ നടക്കുന്നുണ്ട്. ഫിനിക്സ് 47 അവിടെ ഫിനിക്സ് സന്തോഷിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. 47ന്റെ മനോഹരമായ കൗണ്ടർ അറ്റാക്ക്. മാരിയോനെ അവിടെ റിവൈവ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. നോ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിനിക്സ് ഹീലിയോസ് അവിടെ എംപർ വൈറ്റി ഇടയ്ക്കിൽ അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. വീക്ക് അവിടെ 47നെ കൂടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അടുത്ത കട്ട ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഫൈറ്റർ ഡബിൾ ബ്രോ R3 എന്നിവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കയറി ഡബിൾ ബ്രോ R3 ഒക്കെ ജോമോനൊക്കെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജോമോൻ അവിടെ ഡൗൺ ആയി ഫിനിഷ് ആയിട്ടുണ്ട്. ഡബിൾ ബ്രോ R3 എബനൈസറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ലൂട്ടർ അവിടെ ഫിനിക്സ് സെയിന്തിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ലൂട്ടറിന്റെ മനോഹരമായ കൗണ്ടർ അറ്റാക്ക്. അപ്പോൾ ചാർലി അവിടെ ബ്ലാക്ക് ടൂവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷമൊക്കെ അവിടെ നടക്കുന്നുള്ളൂ. എന്താണ് ഇവിടെ നടക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഫിനിക്സ് ചാർലി ആൻഡ് ഇലക്ട്രോ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നു. ഫിനിക്സ് ലൂട്ടർ അവിടെ ഒരു കില്ല് കൺഫേം ചെയ്തായിരുന്നു. ലൂട്ടർ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ബ്ലൂ ലൈനപ്പുകൾ തമ്മിലുള്ള മത്സരമാണ്. ഗോഡ് സ്പീഡ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. പഴശ്ശി ലൂട്ടറിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. പഴശ്ശി മാത്രം ശേഷിക്കുന്നു. ആ ലൈനപ്പിൽ നിന്ന് ഗാഡ് ഫ്ലൈ അവിടെ ചാർലിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീക്ക് മാവറിക് ഡീമൻ എന്നിവരവിടെ ശേഷിക്കുന്നു. ഗോഡ് സ്പീഡ് അവിടെ നിൽക്കുന്നുണ്ട്. ഫിനിക്സ് പഴശ്ശി ആൻഡ് ഗോഡ് സ്പീഡ് തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും നടക്കാൻ ഒരു രക്ഷയില്ല. ഹൈഡ്രോ OP പൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ലോക്കി വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ എന്തായാലും ഫിനിക്സ് മെമ്പേഴ്സിന്റെ ബാക്കി ടീമുകളാണ്. അഞ്ച് ടീമുകളിലായിട്ട് 14 മെമ്പേഴ്സാണ് ഇനി ശേഷിക്കുന്നത്. നേടുകളും കാര്യങ്ങളൊക്കെ ഫിനിക്സിന്റെ പഴശ്ശി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഗാഡ് ഫ്ലൈ അവിടെ നിൽക്കുന്നു. ഗോഡ് സ്പീഡ് അവിടെ റൊട്ടേറ്റ് ചെയ്ത് കയറി വരുന്നുണ്ട്. അപ്പം ഗാഡ് ഫ്ലൈ ഫിനിക്സ് പഴശ്ശി അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഗോഡ് സ്പീഡ് അവിടെ എന്തായാലും കൗണ്ടർ അറ്റാക്ക് ഇട്ട് കയറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിനിക്സ് സന്തോഷ് ഹീലിയോസ് നോവ എന്നിവർ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ 4 ലൈനപ്പ് ഉണ്ട്. നമ്മുടെ ബ്ലൂ ലൈനപ്പിൽ 2 ബ്ലൂ ലൈനപ്പ്, ഒരു ആൽഫ ലൈനപ്പ്, ഒരു ഹൈഡ്ര ലൈനപ്പ്. അതോടൊപ്പം തന്നെ അവിടെ ഫിനിക്സ് മാവറിക് അവിടെ ഫൈറ്ററിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മാവറിക്കിന്റെ കൗണ്ടറായിട്ട് വിക്ക് അവിടെ ഹീലിയോസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിക്കിന്റെ മാവറിക്കിന്റെ മനോഹരമായ പ്രകടനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെമ്പറിനെ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ടെന്ന്. ഗോഡ് വൈറ്റി ഒക്കെ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഗോഡ് വൈറ്റി അവിടെ ഫിനിക്സ് ഹീലിയോസിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. സന്തോഷ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഫിനിക്സ് വിക്കിന്റെ കൗണ്ടർ അറ്റാക്ക്. സന്തോഷ് ഇനി നോ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഫിനിക്സ് മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും നടക്കാം. പഴശ്ശി അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പഴശ്ശി ഇൻസ്റ്റന്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നൂബ് OP എന്ന് പറയുന്നുണ്ട്. ലോക്കി എന്തായാലും നൂബ് ആദ്യം തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ
കട്ടയ്ക്കുള്ള ഫൈറ്റുകളോടെ സന്തോഷിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോവ എന്തായാലും അവിടെ ആൽഫ ലൈനപ്പാണ് ബ്ലൂ മെയിൻ ബിൽഡിംഗ് അവിടെ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. ഫിനിക്സ് എൻ്റെ പഴശ്ശി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ ഉള്ളൂ. സന്തോഷിനെ ഏത് നിമിഷം വേണമെങ്കിലും സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പഴശ്ശി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു ബ്ലൂ ലൈനപ്പിന് വേണ്ടി. ബ്ലൂ ലൈനപ്പിലെ ഗാഡ്ലി, ചാർലി, ഗോഡ് സ്പീഡ് എന്നിവ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഗാഡ് ഫ്ലൈ അവിടെ പഴശ്ശിനെ നേരിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗാഡ് ഫ്ലൈയുടെ OP നീഡ്. അപ്പോൾ എന്തായാലും പഴശ്ശി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ ലൈനപ്പിനെ തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും ആൽഫേനെയും ബ്ലൂവിനെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ലൈനപ്പുകൾ തമ്മിലുള്ള മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ലൈനപ്പിൽ നിന്നും ഓരോ മെമ്പേഴ്സ് അവിടെ ഉണ്ട്. ഒപ്റ്റിക് വൈറ്റി, ഗോഡ് വൈറ്റി ആൻഡ് ഡെവിൾ പ്രോ R3 അവിടെ നിൽപ്പുണ്ട്. അവിടെ സന്തോഷ്, ഹീലിയോ, നോവ എന്നിവർ അവിടെ ഹൈഡ്രയ്ക്ക് വേണ്ടി അവിടെ നിൽപ്പുണ്ട്. അപ്പം ഫിനിക്സ് വീക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ഡെവിൾ പ്രോ R3 ഒക്കെ എന്തായാലും മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നു. 6 പേര് വാച്ചിങ് എൻ്റെ മോനെ. എന്തായാലും കട്ട അവിടെ ഫൈറ്റ് നൽകി. ഗാഡ് ഫ്ലൈ, ഗോഡ് സ്പീഡ്, ചാർലി എന്നിവർ അവിടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഗാഡ് ഫ്ലൈനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഗാഡ് ഫ്ലൈ അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. ഓപ്പണിൽ കൂടെ കയറി മാവറിക് അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തു. എന്തായാലും മാവറിക്കിൻ്റെ അടുത്തേക്ക് ഗാഡ് ഫ്ലൈ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് സ്പോട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ ഡീമൻ അവിടെ ഫൈറ്റ് കൊടുത്ത് ഗാഡ് ഫ്ലൈനെ ഡൗൺ ചെയ്തു. എൻ്റെ അവനെ മ്യൂട്ടന്റ് വെച്ചുള്ള മനോഹരമായ സ്പ്രേ. ചാർലി അവിടെ കയറി ചെല്ലുന്നുണ്ട് റിവൈവ് ചെയ്യാനായിട്ട്. മാവറിക് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ചാർലി അവിടെ കയറി ചെല്ലുന്നത് ഗാഡ് ഫ്ലൈനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മാവറിക് അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഗോഡ് സ്പീഡ് അവിടെ ദൂരെ നിന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. എന്തായാലും ഗോഡ് ഫ്ലീഡ്, മാവറിക് ആൻഡ് ചാർലി അവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഡീമൻ അവിടെ മനോഹരമായിട്ട് പൊരുതാൻ ശ്രമിച്ചു. ചാർലി അവിടെ ഗാഡ് ഫ്ലൈനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോഡ് സ്പീഡ് അവിടെ കയറിയിരുന്നുണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട്. മാവറിക്കിന്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാർലി അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാവറിക് ആൻഡ് ചാർലി തമ്മിലുള്ള പോരാട്ടം എന്ത് നിമിഷം വേണമെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത വീക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗാഡ് ഫ്ലൈ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഡീമൻ അവിടെ മേളിൽ കയറിയിട്ടുണ്ട്. അപ്പം ഗാഡ് ഫ്ലൈ അവിടെ ഹീലൊന്നും ഇല്ലാതെ കയറി ചെല്ലുകയാണ്. ഹീലൊന്നും ഇല്ലാതെ വളരെ ഓപ്പണിൽ കയറി ചെന്ന് നമ്മുടെ മാവറിക്കിന്റെ നടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാഡ് ഫ്ലൈ വീണ്ടും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ചാർലി അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഗാഡ് ഫ്ലൈ വീണ്ടും കറക്റ്റായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഡീമൻ അവിടെ തൊട്ടെടുത്ത് സന്തോഷിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഗോഡ് സ്പീഡ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സന്തോഷിനെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കില്ലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടെ അവിടെ കട്ട ഫൈറ്റ്. ഗാഡ് ഫ്ലൈ ഇപ്പോഴും അവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ചാർലി ഒരു കോണിൽ കൂടെ കയറി ചെല്ലുന്നു. ചാർലി ഓപ്പണിലൂടെ കയറി ചെന്നാണ്. ഗോഡ് സ്പീഡ് അവിടെ നിൽക്കുന്നില്ല. നോവ ഒരിടത്ത് നിൽക്കുന്നു. അപ്പോൾ ഗാഡ് ഫ്ലൈ, ഗോഡ് സ്പീഡ് എന്നിവരവിടെ നിൽക്കുന്നു. ചാർലി ഒന്ന് പിന്നെ വന്ന് ഗാഡ്ലിനെ റിവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷിനെ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ മെമ്പേഴ്സിന്. അപ്പോൾ ഗോഡ് സ്പീഡ് ഒരു കോണിൽ കൂടെ കയറി ചെല്ലുകയാണ്. അപ്പോൾ ബ്ലൂ ലൈനപ്പ് ഒന്ന് സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഡെവിൾ പ്രോ R3 തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഗാഡ് ഫ്ലൈ അവിടെ വീണ്ടും റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗാഡ് ഫ്ലൈന് അവിടെ ഹീലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഡീമൻ അവിടെ ഗോഡ് സ്പീഡിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീമൻ്റെ കൗണ്ടർ അറ്റാക്ക്. ഗാഡ് ഫ്ലൈ ഇപ്പോഴും അവിടെ ഓപ്പണിൽ നിൽക്കുകയാണ്. ചാർലി അവിടെ നിൽക്കുന്നുണ്ട്. ഗാഡ് ഫ്ലൈ ഹീലൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാൻഡേജ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാൻ. എന്തായാലും ഗോഡ് സ്പീഡിനെ അവിടെ റിവൈവൽ പോസിബിൾ ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ചാർലി ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ചാർലി ഇതോടെ തൊട്ടടുത്ത് ഫയർ എടുക്കാൻ ശ്രമിച്ചു. മാവറിക് അവിടെ എത്തിയിട്ടുണ്ട്. മാവറിക്കുമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. മാവറിക് അവിടെ കയറി വരാൻ ശ്രമിച്ചു. മാവറിക് അവിടെ കയറിയിട്ടുണ്ട്. മാവറിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ചാർലി ഇൻസ്റ്റന്റ് ആയിട്ട് മാവറിക്കിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. മാവറിക്കിനെ അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാർലി ബ്ലൂ ലൈനപ്പിന്റെ ചാർലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വീക്ക് അവിടെ സ്പോട്ട് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഗാഡ് ഫ്ലൈ അവിടുന്ന് കൗണ്ടർ ഫയർ ചെയ്യുന്നുണ്ട്. ഗാഡ് ഫ്ലൈ അവിടുന്ന് കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ മാവറിക്കിന്റെ അടുത്ത് ഡീമൻ അടുത്തേക്ക് കയറി ചെന്നു. എന്റെ മോനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആൽഫ ലൈനപ്പ് അവിടെ ബ്ലൂ ലൈനപ്പിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന 3 ടീമുകൾ മാത്രം. ഡെവിൾ പ്രോ R3, ഒപ്റ്റിക് വൈറ്റി, ഗോഡ് വൈറ്റി, നോവ ആൻഡ് ഡീമൻ എന്നിവരാണ് ശേഷിക്കുന്നത്. വീക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നോവ അവിടെ കയറി മനോഹരമായിട്ടുള്ള പോരാട്ടമാണ്. നോവ അവിടെ പതുക്കെ ആൽഫ ലൈനപ്പിൽ 2 മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഡീമൻ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീക്കിനെ പതുക്കെ നോവ അവിടെ കയറി വരുന്നുണ്ട്. നോവ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. M24 ഷോട്ട് ഗണ്ണോ എന്താണ് കയ്യിലിരിക്കുന്നത് അറിയത്തില്ല. ഷോട്ട് ഗൺ ആൻഡ് വെക്ടറാന്ന് തോന്നുന്നു. എന്തായാലും കയ്യിലിരിക്കുന്ന മെമ്പേഴ്സ് എല്ലാം അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഷോട്ട് ഗൺ വെച്ച് കയറി വരാനുള്ള ശ്രമത്തിലാണ്. വീക്കിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വീക്ക് അവിടെ ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മോനെ നോവ ഒറ്റയ്ക്ക് 2 പേരും തന്നെ മനോഹരമായിട്ട് ഡീമൻ ആൻഡ് വീക്കിന്റെ മനോഹരമായ കൗണ്ടർ അറ്റാക്കാണ് അവിടെ നടന്നത്. മനോഹരമായിട്ടുള്ള പോരാട്ടം തന്നെ. ഒപ്റ്റിക് വൈറ്റി, ഗോഡ് വൈറ്റി എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡീമൻ എല്ലാം അവിടെ നിൽക്കുന്നു. ഒപ്റ്റിക് വൈറ്റി ഒക്കെ അവരുടെ കൊണ്ട് നിൽക്കുന്നു. ഡെവിൾ പ്രോ R3, ഒപ്റ്റിക് വൈറ്റി, ഫിനിക്സ്, ഗോഡ് വൈറ്റി എന്നിവർ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റുകൾ അവിടെ നടന്നു. എന്തായാലും ഫിനിക്സ് ആൽഫ ടീം മെമ്പേഴ്സ് 2 പേര് ഇപ്പോഴും ലൈവായിട്ട് നിൽപ്പുണ്ട്. ഫിനിക്സ് ഡീമൻ 4 കില്ലോടുകൂടി മനോഹരമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിനിക്സ്, ഒപ്റ്റിക് വൈറ്റി ഒക്കെ പതുക്കെ കയറി മന്ദം ഉള്ളിലേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിനിക്സ് ആൽഫ ലൈനപ്പിൻ്റെ അടുത്തേക്ക്. ഒപ്റ്റിക് വൈറ്റി ഒരു കോണിൽ കൂടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോഡ് വൈറ്റി നല്ല സപ്പോർട്ടിന് വേണ്ടി അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഡെവിൾ പ്രോ R3 അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ഫൈറ്റുകൾ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഒപ്റ്റിക് വൈറ്റി ആൻഡ് ഡീമൻ അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. സ്പോട്ട് ചെയ്യട്ടെ, ഒപ്റ്റിക് വൈറ്റിനെ സ്പോട്ട് ചെയ്യട്ടെ. ഒപ്റ്റിക് വൈറ്റി അവിടെ കിടക്കുകയാണ്. മനോഹരമായിട്ടുള്ള സ്പേസ് ആണ് ഒപ്റ്റിക് വൈറ്റി ഓക്കുപ്പൈ ചെയ്തേക്കുന്നത്. ഡീമൻ അവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഗോഡ് വൈറ്റി അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കയറി നിൽപ്പുണ്ടാകത്ത. എന്തായാലും ഡെവിൾ പ്രോ R3 ഗോഡ് വൈറ്റിക്ക് സപ്പോർട്ടായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഡീമനെ നോക്കട്ടെ. ഡീമൻ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഡീമൻ ആൻഡ് വീക്ക് അവിടെ ഒറ്റ അടിക്കാറ്റ് നിൽക്കുകയാണ്. 2 പേരും ഒരേ പൊസിഷനിൽ നിൽക്കുകയാണ്. 2 കോണിൽ നിന്ന് അടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും ലെഫ്റ്റ് പീക്ക് അവിടെ പാടാണ്.
യെസ്, അവിടെ ഗോഡ് വൈറ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഗോഡ് വൈറ്റ് അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മോനെ ഡീവൻ അത് സ്പോട്ട് ചെയ്തില്ല. എന്തായാലും ഗോഡ് വൈറ്റ് അവിടെ തൊട്ട് മേളിൽ കൂടെ കയറി വരുന്നുണ്ട്. തൊട്ട് മേളിൽ കൂടെ ഡബിൾ ബ്രോ R3 എത്തിയിട്ടുണ്ട്. ഡീമൻ്റെ ഒക്കെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഡീമനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മേളിൽ നല്ല ഫൈറ്റ്. ഓപ്റ്റിക് വൈറ്റ്, ഫിനിക്സ് വൈറ്റ്, ഗോഡ് വൈറ്റ് ഫിനിക്സ് വീക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഡീമൻ അവിടെ കയറി വന്നായിരുന്നു. ഡീമനുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഡീമൻ ഒറ്റയ്ക്ക് അടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഡീമനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ബ്രോ R3യുടെ മനോഹരമായ പോരാട്ടം. അടിച്ച് തെങ്ങിൽ കയറ്റുമുത്ത എന്ന് പറയുന്നുണ്ട് ശരത്തുണ്ണി. എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡെവിൾ ബ്രോ R3, ഫിനിക്സ് ഓപ്റ്റി വൈറ്റ്, ഗോഡ് വൈറ്റ് ആൻഡ് ഫൈറ്റർ അടങ്ങുന്ന ടീം ഇന്നത്തെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുകയാണ്. മനോഹരമായ ഒരു പോരാട്ടം. ഫിനിക്സ് ആൽഫ അവിടെ 2ാം സ്ഥാനത്തും നമ്മുടെ ഫിനിക്സ് ഹൈഡ്ര അവിടെ 3ാം സ്ഥാനത്തും ബ്ലൂ അവിടെ 4ാം സ്ഥാനത്തുമാണ് ചേർന്നേക്ക്. ബ്ലൂവിൻ്റെ 2 ലൈനപ്പ് 5ാം സ്ഥാനത്തുമായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹായ് മോക്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പം മോക്സ് എത്തിയിരിക്കുകയാണ്. വെൽക്കം, സ്വാഗതം ബ്രോ. കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എന്താണ് സംഭവം? അപ്പോൾ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹോൾഡ് ഓൺ ഗൈസ്, ഉടൻ തന്നെ തിരിച്ചു വരാം. നിങ്ങൾ വെറുപ്പിക്കുന്നില്ല, പാട്ടൊക്കെ ഇട്ട് തരാം. അപ്പോൾ എന്തായാലും ഇൻക്ലാൻ മാച്ചാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് പോയി
ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നമ്മുടെ ഫിനിക്സ് ബ്ലൂ വേഴ്സ് ആൽഫ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈറ്റിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ആൽഫ വേഴ്സ് ബ്ലൂവിന്റെ ഫൈറ്റ് ആയത് നിലയിൽ ഫിനിക്സ് ആൽഫയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നു. ഫിനിക്സ്, ലോക്കി, ഡീമൻ, ഹിറ്റ്മാൻ ആൻഡ് മാവറിക്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലൂവിന് വേണ്ടി കാറ്റ്ഫ്ലൈ, പഴ്സി, ചാർലി ആൻഡ് ഗോഡ് സ്പീഡ് ആണ് കയറിയിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ബൂട്ട് ക്യാമ്പ് അങ്കണത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം ഞാൻ സ്വാഗതം ചെയ്യട്ടെ ബൂട്ട് ക്യാമ്പ് അങ്കണത്തിലേക്ക്. ആൽഫ വേർ എന്ന് പറയുന്നുണ്ട് ജെയ്സൺ ജെയിംസ്. വെൽക്കം ടു സ്ട്രീം. അപ്പോൾ എന്തായാലും കട്ട ഫൈറ്റുകളും പൂരക്കാട്ടുകളും നമുക്ക് അവിടെ കാണാം ബൂട്ട് ക്യാമ്പ് ഏരിയയിൽ. അപ്പം നമ്മുടെ ഗാഡ് ഫ്ലൈ എന്നിവരാണ് നമുക്ക് ഇവർക്ക് വേണ്ടി ഇറങ്ങിയേക്കുന്നത്. ആൽഫ ലൈനപ്പിനൊപ്പം ഒത്തുപിടിക്കാനായിട്ട് നമ്മുടെ ഗോഡ് സ്പീഡ്, ലോക്കി എന്നിവർ തമ്മിൽ ആശയവിനിമയം അവിടെ നടത്തുന്നുണ്ട്. പഴ്സി അവിടെ ഉണ്ട്, ഫിനിക്സ്, ഗാഡ് ഫ്ലൈ ഉണ്ട്, അതുമാതിരി മാവറിക് ഉണ്ട്, ഡീമൻ ഉണ്ട്, ഹിറ്റ്മാൻ ഉണ്ട്. അപ്പോൾ കട്ട നാല് ടീമുകൾ തമ്മിലുള്ള ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് ബൂട്ട് ക്യാമ്പ് ഓൺലി ചാലഞ്ചിൽ. ഇജാദ് സ്ട്രീം എൻ്റെ മോനെ ആശാനി ഒ പി എന്ന് പറയുന്നുണ്ട്. വൈപ്പർ സർ ബിഗ് ഫാൻ. അജീഷ് വെൽക്കം ടു സ്ട്രീം. ചാർലി സർ വീർ എന്ന് പറയുന്നുണ്ട്. നോവ. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. നേരെ പോകുന്നത് ബൂട്ട് ക്യാമ്പിന് മുകളിലൂടെ. അപ്പം ആരാദ്യം ചാടുമെന്നുള്ള ആരാദ്യം ബൂട്ട് ക്യാമ്പിൽ എത്തുമെന്നുള്ളത് കണ്ടറിയണം. ഇജാദി ഫൈറ്റുകൾ നമുക്ക് അവിടെ കാണാനിരിക്കുന്നുള്ളൂ. ആൽഫ വേഴ്സ് ബ്ലൂ. എന്ത് ആൽഫയിലും ബ്ലൂയിലും പിള്ളേരൊക്കെ ഒന്ന് ചാറ്റിലൊക്കെ ഒന്ന് ആക്റ്റീവായിട്ടുള്ള ഈ പിള്ളേരൊക്കെ കാര്യം. എന്തായാലും കട്ട ഫൈറ്റിങ്ങളോടെ വൈപ്പർ സൂപ്പർ അല്ലേ എന്ന് പറയുന്നുണ്ട് ലിൻസ് ക്യാൻസർപുള്ളി. താങ്ക് യു. അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞു. ഫിനിക്സ് ടീമിലെ രണ്ട് ലൈനപ്പുകൾ നമ്മുടെ അവിടെ ജമ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആൽഫ ലൈനപ്പ്, ബ്ലൂ ലൈനപ്പ് വളരെയധികം ഫാറിൽ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൽഫ ലൈനപ്പ് മോശമല്ല, തൊട്ടടുത്ത് തന്നെ മുന്നിലൂടെ തന്നെ പോകുന്നുണ്ട്. ആൽഫ ലൈനപ്പ് ആൻഡ് ബ്ലൂ ലൈനപ്പ് ഒരേ സമയം എത്തുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇല്ലെന്ന് തോന്നുന്നു. ആൽഫയാന്ന് തോന്നുന്നു ആദ്യം എത്തുന്നത്. യെസ്, ഓഫ് കോഴ്സ് നമ്മൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഗാഡ് ഫൈറ്റ് അവിടെ ഇറങ്ങുന്നത് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആൽഫ ലൈനപ്പ് ആൻഡ് ബ്ലൂ ലൈനപ്പ് വേണ്ടി ക്ലോസിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ സെൻട്രൽ ബിൽഡിംഗ് ആൽഫ ലൈനപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ സൈഡിലത്തെ ബിൽഡിംഗ് ആണ് നമ്മുടെ ഫിനിക്സിലെ ബാക്കി ബ്ലൂ ലൈനപ്പ് സ്വന്തമാക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും കട്ട ഫൈറ്റിങ്ങൾ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ പഴ്സി, ചാർലി എൻ്റെ അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓപ്പണിലാണ് നമ്മുടെ ചാർലി നിൽക്കുന്നത്. ചാർലി അവിടെ അകത്ത് കയറേണ്ടതായിട്ടുണ്ട്. എൻ്റെ മോനെ, എൻ്റെ ലൈനപ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയാട്ടോ, രക്ഷയില്ല. പഴ്സി സാർ വാളെടുത്ത് വീശു എന്ന് പറയുന്നുണ്ട്. വൈപ്പർ പൊളിയല്ലേ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ പതുക്കെ ആ ബ്ലൂ ലൈനപ്പ് പതുക്കെ ഗാഡ് ഫ്ലൈ വേറെ റാങ്കിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഡീമൻ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡീമനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഹിറ്റ്മാൻ ഒരു കോണിൽ കൂടെ നിൽക്കുന്നുണ്ട്. പഴ്സി, ഗോഡ് സ്പീഡ് വേറെ റാങ്കിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഗാഡ് ഫ്ലൈ മൊത്തം ലൂട്ട് ചെയ്ത് റൊട്ടേഷനൊക്കെ കഴിഞ്ഞ് നേരെ കയറി എത്തുന്നുണ്ട് ഗാഡ് ഫ്ലൈ. അതോടൊപ്പം തന്നെ ചാർലി, ഗോഡ് സ്പീഡ്, പഴ്സി എന്നിവരുടെ കോണിൽ കൂടെ പതുക്കെ നീങ്ങുകയാണ്. അപ്പോൾ ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ചാർലി നിൽക്കുന്നു, ഗോഡ് സ്പീഡ് നിൽക്കുന്നു, പഴ്സി ഒരു കോണിൽ കൂടെ പോകുന്നു, ഹിറ്റ്മാൻ അവിടെ നിൽക്കുന്നു, മാവറിക് എല്ലാവരും ലൂട്ടിങ്ങിൻ്റെ തിരക്കിലാന്ന് തോന്നുന്നു. ഫസ്റ്റ് ചാർലി വേറെ റാങ്കിൽ കൂടെ കയറി വരാനുള്ള സ്റ്റെപ്പിലാണ്. ചാർലി വളരെയധികം മാവറിക്കിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മാവറിക്കുമായിട്ടുള്ള ഒരു ഫയർ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ചാർലിക്ക് അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാവറിക്കുമായിട്ടുള്ള ഫയർ എക്സ്ചേഞ്ച് ചാർലിക്ക് അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഡീമനും അവിടെ തൊട്ടടുത്ത് സപ്പോർട്ടിന് എത്തിയിട്ടുണ്ട്. ഡീമൻ, ലോക്കി, ഹിറ്റ്മാൻ, എൻ്റെ മോനെ പൊളി ടീമുകൾ. പഴ്സി, ഗോഡ് സ്പീഡ്, ചാർലി എന്നിവരവിടെ ബ്ലൂ ലൈനപ്പ് ഉയർ എന്ന് പറയുന്നുണ്ട്. നോ, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമ്മുടെ സ്വന്തം പാട്ടായിരുന്നു. ഇപ്പോൾ മാവറിക്ക് അവിടെ വെയർ ഹൗസ് ഒക്കെ ഒന്ന് ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചാർലി അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഡീമൻ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ചാർലി ഇപ്പോഴും ഒരു കോണിൽ കൂടെ കയറി ചെല്ലുന്നുണ്ട്. ഗോഡ് സ്പീഡ്, ഫിനിക്സ്, പഴ്സി, അതോടൊപ്പം തന്നെ ഗാഡ് ഫ്ലൈ എല്ലാവരും ഒരു കോണിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു പോരാട്ടം നമുക്ക് കാണാം. ചാർലിക്ക് അവിടെ ഹീലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആശാൻ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ സെൽമാൻ ഫ്രീസ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ തന്നെ നമ്മുടെ ഹിറ്റ്മാൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹിറ്റ്മാൻ ആൻഡ് ലോക്കി തമ്മിലുള്ള പൊരിഞ്ഞ ഒരു സപ്പോർട്ടിങ് ഗെയിം നമുക്ക് അവിടെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ബ്ലൂ ആൻഡ് ആൽഫ വിട്ടുകൊടുക്കുന്നില്ല. പരസ്പരം അടിക്കാനുള്ള റെഡിയായിട്ട് നിൽക്കുകയാണ്. ആരും വിട്ടുകൊടുക്കാനുള്ള ആശയങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഗാഡ് ഫ്ലൈ ദൂരെ നിന്ന് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനിക്സിലെ ലോക്കി വേറൊരു സൈഡിൽ കൂടെ ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോക്കിനെ സ്പോട്ട് ചെയ്യാനായിട്ട് അവിടെ റെഡി ആയിട്ടിരിക്കാമെന്ന് തോന്നുന്നു മെമ്പേഴ്സ്. അപ്പോൾ എന്തായാലും കട്ടയ്ക്ക് അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. മാവറിക്ക് ഒരു കോണി നിൽപ്പുണ്ട്, ഡീമൻ ഒരു കോണി നിൽപ്പുണ്ട്, ഹിറ്റ്മാൻ ഒരു കോണി നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങ് അകലെ നിന്നുള്ള ഫൈറ്റുകൾ അവിടെ നടക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ, ഒരു രക്ഷയില്ലാതെ. അപ്പോൾ പഴ്സി സാർ വാളെടുത്ത് വീശുമോ, ഹിറ്റ്മാൻ അതോ വെട്ടിക്കുണ്ട വെച്ച് പൊറിക്കുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പം ചാർലി വേഴ്സ് ലോക്കി, ഡീമൻ വേഴ്സ് ഗോഡ് സ്പീഡ്, പഴ്സി വേഴ്സ് ഹിറ്റ്മാൻ, മാവറിക് വേഴ്സ് ഗാഡ് ഫ്ലൈ എന്നിവരാണ് കാണാനുള്ളത്. കളി കാണണം, നെക്സ്റ്റ് ലെവൽ കാണാം. നെക്സ്റ്റ് കാണണം. ഓക്കെ, ഓ എൻ്റെ മോനെ ഇവിടുന്ന് ഫയറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ക്ലോക്കിൻ്റെ ദിശയിലാണ് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ 12-ലും ഒരാൾ 6-ലും ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് നിൽക്കുമ്പോൾ 6 12-ലെത്തുമ്പോൾ 12 6-ലെത്തുന്ന സ്ഥിതിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. പഴ്സി ഇപ്പോഴും ഒരു സീൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റെഡ് സോൺ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ആശാമാരായിട്ടുള്ള റെഡ് സോണിൽ പെട്ട ലോക്കി, ഹിറ്റ്മാനൊക്കെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. കാരണം വളരെയധികം ഓപ്പണിലാണ് തൽക്കാലത്തേക്ക് നിൽക്കുന്നത്. അപ്പം 4 പേരും അപ്പം ഫീനിക്സ് ആൽഫ പാക്ക് എന്ന് നമുക്ക് പറയാം. ആൽഫ പാക്ക് അവിടെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ മോനെ, മാവറിക്കിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് അവിടെ നീ വന്ന് പൊട്ടിയത്. എന്തായാലും നല്ല ഡാമേജ് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. മെമ്പേഴ്സ് എല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് നേരെ വാശി. എൻ്റെ മോനെ, ഹിറ്റ്മാൻ്റെ തൊട്ട് മുന്നിൽ ഹിറ്റ്മാൻ അവിടെ ഞെട്ടി വരച്ചു പോയി.
ഇവരെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ബ്ലൂ ലൈനപ്പിന്റെ അടുത്തൊന്നും വീഴുന്നില്ലല്ലോ. അപ്പോൾ പതുക്കെ ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്ലൂ ടീമിലെ അന്വേഷിച്ചുകൊണ്ടുള്ള നീക്കമാണെന്ന് തോന്നുന്നു. അവരെ ഈ സൈഡിൽ നിന്ന് ലൂട്ടുന്നു, മറ്റേ സൈഡിൽ നിന്ന് ഇവന്മാരും ലൂട്ടുന്നു. അപ്പം ഗാഡ് ഫ്ലൈ അവിടെ സെൻട്രൽ ബിൽഡിംഗ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽഫ ടീം പിടിച്ചിറക്കി സെൻട്രൽ ബിൽഡിംഗ് അവിടെ നിന്ന് മാറിയെടുത്തിട്ടുണ്ട്. അപ്പം ഗാഡ് ഫ്ലൈ അവിടെ കയറിയിട്ടുണ്ട് സെൻട്രൽ ബിൽഡിങ്ങിൽ. എന്തായാലും ടീമിനൊക്കെ അവിടെ പതുക്കെ ഇതൊരു പുതിയ റൊട്ടേഷനാണ്, ആൽഫ ടീമിൻ്റെ ഒരു പുതിയ റൊട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം സെൻട്രൽ ലൈൻ വിട്ടിറങ്ങാത്ത ആൽഫ ടീം പതിവിലും വിപരീതമായിട്ട് ഇന്ന് സെൻട്രൽ ലൈൻ വിട്ടിറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാവറിക് അവിടെ കയറുന്നുണ്ട്. മാവറിക് അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. മാവറിക് അവിടെ കയറി ചെല്ലുകയാണ്. നമ്മുടെ ചാർലിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഗോഡ് സ്പീഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തിട്ടുണ്ട്. ഗോഡ് സ്പീഡിനെ ഇൻസ്റ്റന്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തു. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റഷ് ആയിരിക്കും നമ്മുടെ മാവറിക്കിനെ. പഴശ്ശി അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പഴശ്ശിക്കെതിരെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാർലി ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ഗോഡ് സ്പീഡിനെ അവിടെ റിവൈവ് ചെയ്തിട്ടില്ല. ചാർലി മെമ്പേഴ്സ് ലോക്കി അവിടെ കയറി ചെല്ലുന്നുണ്ട്. ലോക്കി അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ലോക്കി ആൻഡ് ചാർലി തമ്മിലുള്ള എക്സ്ചേഞ്ച് ആര് ഡൗൺ ആക്കുന്നത്. ചാർലിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. പഴശ്ശി അവിടെ കയറുന്നത്. പഴശ്ശി ആൻഡ് ലോക്കി തമ്മിലുള്ള എക്സ്ചേഞ്ച്. പഴശ്ശിയുടെ വാൾമുനയിലുള്ളിൽ ലോക്കി വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലോക്കി അവിടെ ഡൗൺ ആയിട്ടാണ്. അതോടൊപ്പം തന്നെ മാച്ച് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എൻ്റെ മോനെ ഫിനിഷിങ് നമ്മുടെ ഫിനിക്സ് ആൽഫ ടീം തന്നെ അവിടെ വിജയിച്ചിട്ടുണ്ട്. രക്ഷയില്ലാത്ത ഒരു ഫ്ലാങ്കിങ് ആയിരുന്നു. നമ്മുടെ ആൽഫ ടീം മെമ്പേഴ്സ് മാവറിക്കിൻ്റെ ഒരു നോക്കിൽ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ മനോഹരമായ പോരാട്ടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഫിനിക്സ് ലൈനപ്പ് ആൽഫ ഈ പ്രാവശ്യത്തെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത മാച്ചുമായിട്ട് ഒട്ടം വരാം. Town to town, from London to Taiwan, I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. Waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Suffocating, I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire.
വെൽക്കം ഗൈസ്. അടുത്ത് നമ്മുടെ ഇംപീരിയൽ ലൈനപ്പ് വേഴ്സ് നമ്മുടെ ആൽഫ ലൈനപ്പ് തമ്മിലുള്ള മത്സരമാണ് നടത്താൻ പോകുന്നത്. ഇതിന് ശേഷം നമുക്ക് പീഡിയം മാച്ചസ് ആയിരിക്കും കാണാൻ സാധിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പീഡിയം മാച്ചസിൽ M4 ആൻഡ് പിസ്റ്റൽ ഗ്രനേഡ് എന്നിവരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൽഫ ലൈനപ്പിൽ നിന്ന് നമ്മുടെ മാവറിക് ഹിറ്റ്മാൻ മാത്രമേ എത്തിയുള്ളൂ. ബാക്കിയുള്ളവർ അല്ല ഡീമൻ ആൻഡ് ലോക്കി ഉണ്ട്, അവർ കയറി വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഡെവിൾ ബ്രോ ആർത്തി ഒപ്റ്റിക് വൈറ്റി ഫൈറ്റർ നമ്മുടെ ആൽഫ നമ്മുടെ ഓൾ ലൈനപ്പിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ഡെവിൾ വൈറ്റി ഒപ്റ്റിക് വൈറ്റി ആൻഡ് ഗോഡ് വൈറ്റി ഫൈറ്റർ എന്നിവരാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഫൈറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഫൈറ്റ് രണ്ടാമത്തെ മാച്ചിലാണ്. നെക്സ്റ്റ് മാച്ച് മുതൽ ഇതാന്ന് പറയാം. Imperial Boys, hi Mahadev Saudanur. Okay, Mahadev Saudanur, welcome to the stream. അപ്പോൾ ഗൈസ് ആൽഫ ലൈനപ്പ് വേഴ്സ് ഇംപീരിയൽ തമ്മിലുള്ള മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിമിഷം ഒരു ഫൈറ്റിംഗ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. മ്യൂസിക്കൽ ഒന്ന് കുറച്ചിട്ട് വരെ ബെസ്റ്റ് മുംബൈൽ കോൺസാ ഹെ അണ്ടർ 15,000. അപ്പോൾ ഐ ആം നോട്ട് എ ടെക്കി. ഓക്കെ, ആക്ച്വലി ഐ ഡോണ്ട് നോ. മഹാദേവ് നെക്സ്റ്റ് ഇസ് ബൂട്ട് ക്യാമ്പ് ചാലഞ്ച്. ബൂട്ട് ക്യാമ്പ് ചാലഞ്ചിലേക്ക് ബാക്കി മെമ്പേഴ്സ് എല്ലാം ഫാൻറ്റം ആരും റെഡി അല്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഫിനിക്സ് ജോമോൻ എന്തായാലും അവിടെ കട്ടയ്ക്ക് കയറി ചെന്ന് കണ്ട് ഡീമിനൊക്കെ അവിടെ ചാടി ഇറങ്ങി കഴിഞ്ഞിരുന്നു. ഇൻസ്റ്റൻ്റായിട്ട് അവിടെ റെഡ് ബിൽഡിംഗ് നമ്മുടെ സെൻട്രൽ ബിൽഡിംഗ് അവിടെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫിനിക്സ് ടീമിനൊക്കെ അവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി പ്ലേയേഴ്സിന് നോക്കാം. ബ്ലൂ ലൈനപ്പിൻ്റെ അതേ ഒരു ഫോർമാറ്റാണ് തോന്നുന്നു ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിക് വൈറ്റിയൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്. എന്തായാലും ഒപ്റ്റിക് വൈറ്റി ഒരു കോണിൽ ഇറങ്ങിയിരിക്കുന്നു. ബ്ലൂ നമ്മുടെ ഫിനിക്സിലെ ബാക്കി മെമ്പേഴ്സ് നമ്മുടെ ആൽഫ ലൈനപ്പ് ഒരു കോണിലിരിക്കുന്നു. അപ്പോൾ എന്തായാലും കട്ടയ്ക്ക് ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഡെവിൾ ബ്രോ ആർത്തിയൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഫിനിക്സ് ഫൈറ്ററൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് താഴേക്കടയിലേക്ക് പോയി നോക്കാം. ഒപ്റ്റിക് വൈറ്റി മുത്താണ് മോനെ പൊളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, നമ്മുടെ ഫൈറ്റർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഫൈറ്റർ അവിടെ തൊട്ടടുത്തായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ആൽഫ ലൈനപ്പിൻ്റെ തൊട്ടടുത്താണ് ഫൈറ്റർ നിൽക്കുന്നത്. ഫൈറ്ററിനെതിരെ ഫയർ ചെയ്ത് നിമിഷം വേണമെങ്കിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഫൈറ്ററിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒപ്റ്റിക് വൈറ്റി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഹിറ്റ്മാനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഡെവിൾ ബ്രോ ആർത്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഫൈറ്റിംഗ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിനിക്സ് ലോക്കി മാവറിക് എല്ലാം അവിടെ ഓടി നടക്കുകയാണ്. ഡീമൻ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. ഫൈറ്ററിനെ സ്പോട്ട് ചെയ്യാനായിട്ട് മാവറിക് ഒരു കോണിൽ കൂടെ കയറി ചെല്ലുന്നുണ്ട്. മാവറിക് അവിടെ ഓപ്പണിലൂടെ കയറി ചെല്ലുകയാണ്. അപ്പം വളരെയധികം M760 ഒക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കാൻ തോന്നുന്നു. M760 M4 എല്ലാം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പൊളിക്കട്ടെ, നമ്മുടെ പിള്ളേർ പൊളിക്കട്ടെ. ഫൈറ്റർ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. ഫൈറ്റർ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഫൈറ്റർ ഇറങ്ങുന്നതും കാത്തിരിക്കാൻ തോന്നുന്നു. ഫൈറ്റർ ഇറങ്ങുന്ന പാടെ വരണം പൂശാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഡെവിൾ ബ്രോ ആർത്തി അവിടെ കയറി വരുന്നുണ്ട്. ഗോഡ് വൈറ്റി അവിടെ കയറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പോൾ ഫൈറ്റർ അവിടെ ഇറങ്ങി വരാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. യെസ്, ഗോഡ് വൈറ്റിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗോഡ് വൈറ്റി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഗോഡ് വൈറ്റി അവിടെ ഓടുന്ന കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോഡ് വൈറ്റിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്തായാലും ഗോഡ് വൈറ്റി അവിടെ നിന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റൻ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. മാവറിക്കാൻ്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അടുത്ത ടീം മെമ്പേഴ്സിനെ നോക്കാം. നമുക്ക് അടുത്ത ഒപ്റ്റിക് വൈറ്റി അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോക്കിക്ക് അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഒപ്റ്റിക് വൈറ്റിനെ നോക്കാം. ഒപ്റ്റിക് വൈറ്റി അവിടെ എത്തിയിട്ടുണ്ട്. യെസ്, അവരുടെ ഒരു മനോഹരമായ ഒരു അറ്റാക്കാന്ന് തോന്നുന്നു. അപ്പം ചക്രവ്യൂഹം, ആൽഫയുടെ ചക്രവ്യൂഹം അവിടെ പൊളിക്കാനുള്ള ശ്രമമാണ് എന്തായാലും നടക്കുന്നത്. ഫൈറ്റർ ഒരു കോണിക്കൂടെ, ഡെവിൾ ബ്രോ ആയിട്ട് ഗോഡ് വൈറ്റി എല്ലാം വേറൊരു കോണിക്കൂടെ കയറി വരുന്നുണ്ട്. ഒപ്റ്റിക് വൈറ്റി അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നീഡുകളൊക്കെ എടുത്ത് മാറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഒപ്റ്റിക് വൈറ്റി അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ ഫൈറ്റർ അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ഫൈറ്റർ അതിൻ്റെ അവിടെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഫൈറ്റർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഫൈറ്ററിന് അത്യാവശ്യം അവിടെ കൊടുക്കും. ഫൈറ്ററിന് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചു. ഡീമിനെ അവിടെ ഡീമിൻ്റെ അടുത്തേക്ക് അപ്പോൾ മാവറിക് അവിടെ കയറി ചെന്നിട്ടുണ്ട്. രണ്ട് മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാവറിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓ എൻ്റെ മോനെ, ഷോട്ട് ഗൺ വെച്ചൊക്കെ കഴിഞ്ഞാൽ ഡീമിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിക് വൈറ്റി ഡെവിൾ ബ്രോ ആർത്തി ദൂരെ നിന്ന് സപ്പോർട്ട് ആയിട്ട് ഡെവിൾ ബ്രോ ആർത്തിനെ അവിടെ ഡൗൺ ചെയ്ത് ഗോഡ് വൈറ്റി അവിടെ വേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ ഒപ്റ്റിക് വൈറ്റി അവിടെ എന്താ ചെയ്യുന്നത്? ഒപ്റ്റിക് വൈറ്റി അവിടെ കയറി ചെന്നിട്ടുണ്ട്. ഒപ്റ്റിക് വൈറ്റി ഡീമിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലോക്കി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ലോക്കി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. തൊട്ടടുത്ത് ഒപ്റ്റിക് വൈറ്റി ഹോൾഡ് ചെയ്യുകയാണ്. മറ്റേ ഡെവിൾ ബ്രോ ആർത്തി എല്ലാം അവിടെ കൊണ്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഹിറ്റ്മാനൊക്കെ അവിടെ താഴെ നിൽക്കുന്നുള്ളൂ. ഹിറ്റ്മാനൊക്കെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹിറ്റ്മാൻ്റെ അടുത്തേക്ക് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. ഒപ്റ്റിക് വൈറ്റി അവിടെ മേളിൽ കയറിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ ഹിറ്റ്മാൻ അവിടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. എന്നാലും മാവറിക്കൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കി അവിടെ തൊട്ട് മേളിൽ കൂടെ മാറിപ്പോയിട്ടുണ്ട്. എന്തായാലും
കയറി വന്നിട്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും തൊട്ടടുത്ത് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഒപ്റ്റിക് വൈറ്റി ആൻഡ് ഹിറ്റ്മാൻ തമ്മിലുള്ള ഫൈറ്റ് നടന്നു. ഹിറ്റ്മാനെ അവിടെ സ്പോട്ട് ചെയ്തു, ഒപ്റ്റിക് വൈറ്റ് ഡൗൺ ചെയ്തു. ബാക്കി ലോക്കിയെല്ലാം അവിടെ കയറി വരുന്നു. ലോക്കി അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ലോക്കിന് ഒപ്റ്റിക് വൈറ്റ് OP വൈസ്. അപ്പോൾ ഒപ്റ്റിക് വൈറ്റ് ഒറ്റയാൾ പോരാട്ടമായിരുന്നു അവിടെ. ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീമൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ഒപ്റ്റിക് വൈറ്റിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ലോക്കിനെ അവിടെ റിവൈവ് ചെയ്യേണ്ടായിരുന്നു. മാവറിക് അവിടെ കയറി ചെല്ലുന്നു. ഡെവിൾ ബ്രോ ആർത്തിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. അടുത്ത ഗോഡ് വൈറ്റിയാണ് ശേഷിക്കുന്നത്. ഗോഡ് വൈറ്റിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഗോഡ് വൈറ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് താഴെ ചാടാൻ ശ്രമിച്ചെങ്കിലും ഗോഡ് വൈറ്റിനെ കണ്ടിട്ടില്ല. ഗോഡ് വൈറ്റിയുടെ അടുത്തേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോഡ് വൈറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗോഡ് വൈറ്റ് അവിടെ താഴെ ചാടിയിട്ടുണ്ട്. ഗോഡ് വൈറ്റിനെ അവിടെ എൻ്റെ മോനെ നല്ല ഡാമേജ് ആണ് കൊടുത്തത്. ഗോഡ് വൈറ്റ് ആൻഡ് മാവറിക് തമ്മിലുള്ള ഇൻസ്റ്റന്റ് ഫൈറ്റ് അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഗോഡ് വൈറ്റ് ആൻഡ് മാവറിക് അവിടെ കയറി ഗോഡ് വൈറ്റിനെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി മാച്ച് ടീം ആൽഫ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ടീം ആൽഫ അവിടെ മനോഹരമായ പോരാട്ടമായിരുന്നു. എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടീം ആൽഫ അതിൻ്റെ ഫിനിഷ് ചെയ്തപ്പോൾ അപ്പം വീണ്ടും ടീം ആൽഫ ബെസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. എൻ്റെ ഞാൻ റിസൾട്ട് എടുക്കാൻ പറഞ്ഞു ഇല്ല.
അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പം വീണ്ടും നമ്മുടെ അടുത്ത ആൽഫാവേഴ്സ് ഫാൻറ്റം ലൈനപ്പ് തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. അപ്പം നമ്മൾ പതുക്കെ സമയക്കുറവ് TDMലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. M4 ഗ്രനേഡ് ആൻഡ് പിസ്റ്റൾ ഓൺലി ആണ് മാച്ച് ഇപ്പം നടക്കാൻ പോകുന്നത്. അപ്പം TF ഹിറ്റ്മാൻ്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? M762. എന്ത് അപ്പോൾ കട്ട ഫൈറ്റ് അവിടെ ഓണാവാൻ ചാൻസ് ഉണ്ട്. നെയ്ഡ് M4 തമ്മിലുള്ള ഫൈറ്റുകളാണ് നടക്കാൻ പോകുന്നത്. അപ്പം നെയ്ഡുകളും M4 തമ്മിലുള്ള ഫൈറ്റാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഡെവിൾ എബനൈസർ എന്നിവരെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഫിനിക്സ് ഡീമൻ ലോക്കി എന്നിവരെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഫൈറ്റുകൾ ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിനിക്സ് ഡെവിൾ അവിടെ ഡെവിളിനെ തന്നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മാവറിക് അവിടെ ജോമനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഡീമൻ അവിടെ എബനൈസറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എല്ലാം M4 വെച്ചുള്ളതാണെന്ന് തോന്നുന്നു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് M4 വെച്ച് തന്നെ. കില്ലർ അവിടെ എന്തായാലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കില്ലറിനെ അവിടെ സ്പോട്ട് ചെയ്തു. കില്ലർ അവിടെ ലോക്കിനെ ഡൗൺ ചെയ്തു. കില്ലർ അവിടെ നിൽക്കുന്നുള്ളൂ. ഗ്രോസ വെച്ചാണ് കില്ലർ കളിക്കുന്നത്. ഗ്രോസ. ഇപ്പൊ മാവറിക് ഏതെല്ലാം M4 വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കില്ലർ ഗ്രോസ വെച്ചാണ് കളിച്ചത്. അപ്പം അതൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജോമനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗൈസ് മനോഹരമായ 7-4 എന്നുള്ള നിലയിൽ നിന്ന് നിൽക്കുന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ ലോക്കി അവിടെ ഗ്രോസ വെച്ച് കില്ലറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മെമ്പേഴ്സും അവിടെ ഗ്രോസ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റിംഗ് അവിടെ നടക്കുന്നത്. എബനൈസറിനെ ഒക്കെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഹിറ്റ്മാൻ അവിടെ മനോഹരമായ ഫയറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാവറിക്കിൻ്റെ അടുത്തേക്ക് പോകാം. മാവറിക്കിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡെവിളിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. M4 വെച്ചുള്ള സ്പ്രേ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് തോന്നുന്നു. എനിക്കൊന്ന് ജോമോനൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. ജോമോനൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ഡെവിൾ അവിടെ ദൂരെ നിന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഡെവിൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യോ, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പതുക്കെ നോക്കുകയാണെങ്കിൽ പതുക്കെ മെമ്പേഴ്സ് എല്ലാം മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പതുക്കെ ജോമൻ്റെ അടുത്തേക്ക് നേടുകളൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. എന്തായാലും മാവറിക് അവിടെ പതുക്കെ മെമ്പേഴ്സിനെയൊക്കെ ഡൗൺ ചെയ്ത് ഹിറ്റ്മാൻ അവിടെ കയറി. മാവറിക്കിനെ സ്പോട്ട് ചെയ്ത് ജോമാൻ ശ്രമിക്കുന്നു. ജോമാനുമായിട്ടുള്ള കവർ ഫയർ കൊടുക്കുന്നു. ജോമാൻ ഹിറ്റ്മാൻ അവിടെ ഡൗൺ ആവുന്നു. എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മെമ്പേഴ്സ് അവിടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, കട്ട ഫൈറ്റ്. പിന്നെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പതുക്കെ കയറി ഹിറ്റ്മാനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്മാനുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പതുക്കെ ഫിനിക്സ് ജോമാൻ ഹിറ്റ്മാൻ എന്നിവരും അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഫിനിക്സ് കില്ലറൊക്കെ അവിടെ കയറി ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എബനൈസറിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡീമിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. M4 വെച്ചുള്ള സ്പ്രേയിൽ അവിടെ എബനൈസർ അവിടെ കയറി ചെല്ലുന്നു. കില്ലറുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. M762 എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹിറ്റ്മാൻ പതുക്കെ M762 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ആരും തന്നെ നിയമം പാലിക്കുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കില്ലറാണ് ആദ്യത്തെ നിയമം തെറ്റിച്ചത്. അപ്പോൾ ഫിനിക്സ് ഫാൻറ്റം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. ഹരി അവിടെ മാവറിക്കിനെ സപ്പോർട്ടുമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ അടുത്ത ഡീമിൻ്റെ അടുത്തേക്ക് നേടുകളും കാര്യങ്ങളൊക്കെ എബനൈസറിന് എത്തുന്നു. മാവറിക് അവിടെ ജോമനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ലോക്കി അവിടെ നിൽക്കുന്നുണ്ട്. മാവറിക് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും മാവറിക് അവിടെ ഹീലൊക്കെ ചെയ്തിട്ടുണ്ട്. ജോമൻ അവിടെ കയറി ഇരുന്നുണ്ട്. മാവറിക്കിൻ്റെ അടുത്തേക്ക് മാവറിക് ആൻഡ് ജോമൻ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ജോമനെതിരെ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജോമനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ജോമൻ അവിടെ ഡൗൺ ആകുന്നു മാവറിക് ആൻഡ് സ്പ്രേയിൽ. എന്തായാലും അപ്പോൾ ഡെവിൾ ഒരു കോണിൽ കൂടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഡെവിൾ ആൻഡ് നമ്മുടെ കില്ലർ എന്തായാലും അവിടെ നടക്കുന്നത്. കില്ലർ അവിടെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് കട്ട അവിടെ ഫയർ നടക്കുന്നുണ്ട്. ഓൾ വെപ്പൻസ് അല്ല ബ്രോ. എന്തായാലും ജെയ്സൺ ടീംസ് അവിടെ ഓൾ വെപ്പൻസ് അല്ലായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓൾ വെപ്പൻസ് അല്ല എന്നുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവരെല്ലാം വേറെ ഗൺസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. M4 ആൻഡ് നമ്മുടെ പിസ്റ്റൽ, അതോടൊപ്പം തന്നെ നമ്മുടെ നെയ്ഡുകൾ മാത്രമേ നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും എബനൈസർ അവിടെ നിന്ന് വരുന്നത് 34-19 എന്ന നിലയിൽ നിന്ന് 35-20 നീങ്ങിയിട്ടുണ്ട്. ഓൾ വെപ്പൺസ് ആക്കിയോ? എപ്പാക്കി? ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഫിനിക്സ് 39-24 എന്നുള്ള നിലയിൽ നിൽക്കുന്നു. ഫിനിക്സ് ലോക്കിയൊക്കെ അവിടെ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഡെവിൾ. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കില്ലറിനെയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കില്ലർ അവിടെ നിൽക്കുന്നുള്ളൂ. കില്ലറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ 1 HP കില്ലർ നിൽക്കുന്നത്. കില്ലറിനെ മാക്സിമം സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കില്ലറിനെ കില്ലർ അവിടെ എന്തായാലും പറഞ്ഞ ഹിറ്റ്മാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹിറ്റ്മാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത റെഡ് ടീം അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 40-28 എന്ന രീതിയിൽ ഫിനിഷ് ചെയ്തു. നിങ്ങളിവിടെ സ്ട്രീം ചെയ്തുകൊണ്ടിരി. ഓക്കെ, അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ എൻ്റെ സ്ട്രീമിംഗ് കോൺസെൻട്രേഷൻ മൊത്തം പോയി. ഫ്രസ്ട്രേറ്റഡ്.
അപ്പോൾ അടുത്ത മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ഹൈഡ്ര ലൈനപ്പ് വേഴ്സ് നമ്മുടെ ആൽഫ ലൈനപ്പ് തമ്മിലുള്ള മത്സരം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ലോക്കിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും കട്ട ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബേസ് ഇവിടാന്ന് തോന്നുന്നു നടക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിലേക്ക് നമുക്ക് പോകാം. ആ ബേസിലേക്ക് നമുക്ക് അങ്ങ് പോകാം. നേരെ ഈ ബേസിലേക്ക് പോവുക. ഈ ഏരിയയിലായിരിക്കും ഫൈറ്റ് അവിടെ നടക്കാൻ പോകുന്നത്. സന്തോഷം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹീലിയോസ് ഉണ്ട്. രണ്ട് സൈഡിൽ കൂടെ മെമ്പേഴ്സ് അവിടെ കയറി മനോഹരമായ രണ്ട് നേടുകളാണ്. സന്തോഷം അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. നോവ അവിടെ നല്ലൊരു നേട് എടുത്തു. ലോക്കി അവിടെ ഹീലിയോസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റീബോൺ അവിടെ ഹിറ്റ്മാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ട് പൊരിഞ്ഞ പോരാട്ടം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ടീമിനെ അവിടെ നോവനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ റീബോൺ അവിടെ കയറി വരുന്നുണ്ട്. ലോക്കി അവിടെ സന്തോഷിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും M4 വെച്ചുള്ള പോരാട്ടം തന്നെയാണെന്ന് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കട്ടയ്ക്ക് അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഹീലിയോസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നോവ അവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ലോക്കിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീമൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ലോക്കി അവിടെ ഡൗൺ ആയ സ്ഥിതിക്ക് നമ്മൾ തിരിച്ച് വീണ്ടും ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം അടുത്ത ഒരു ഫൈറ്റിലൂടെ നമുക്ക് പോകാം.
അപ്പോൾ ഹീലിയോസ് അവിടെ ഡീമനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്, റീബോൺ അവിടെ ഹിറ്റ്മാൻ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7-3 എന്ന സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. തൽക്കാലത്തേക്ക് നല്ല ഫൈറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് ഹിറ്റ്മാൻ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം അവിടെ നടക്കുന്നത്. ഹിറ്റ്മാനെ അവിടെ ഡൗൺ ചെയ്തുകൊണ്ട് സന്തോഷ് ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ലോക്കി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ലോക്കി ഡൗൺ ആയ പാട് നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ലോക്കി ഡൗൺ ആവാതിരിക്കുക മാക്സിമം എന്ന് നമുക്ക് നോക്കാം. ലോക്കി ഡൗൺ ആവാതിരിക്കട്ടെ എന്ന് നോക്കാം. നമുക്ക് അകത്തോടെ ചെല്ലുമ്പോൾ ഹീലിയോസ് അവിടെ ഒരു കോണിക്കൂടെ കയറി ചെല്ലുന്നു. ഹീലിയോസ് ആൻഡ് മാവറിക് തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം അവിടെ നടക്കുന്നു. എന്തായാലും കട്ടപ്പ് ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഹീലിയോസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് പാടെ തന്നെ ഡൗൺ ചെയ്ത് പാടാൻ ഇവിടെ റീബോണിൻ്റെ കട്ടയടി. റീബോൺ അവിടെ ലോക്കിനെ ഡൗൺ ചെയ്തു. ലോക്കി ചാവുന്ന പാടെ നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടോട്ട് തന്നെ എത്തുന്നുണ്ട്. ലോക്കി ചാവുന്ന വരെ അടുത്ത റീബോൺ ആൻഡ് ഫിനിക്സ് ഡീമൻ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഡീമൻ്റെ അടുത്തേക്ക് നോക്കുന്നു. ലോക്കി നീ ചാവാതിരിക്കുക എന്ന് പറയാം. ലോക്കി അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് വീണ്ടും ഹീലിയോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ നോക്കി ഇനി ഹീലിയോസിലേക്ക് പോകാം. ഹീലിയോസിനെ സ്പോട്ട് ചെയ്ത് നോവ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ അവിടെ കയറി വരുന്നത്. ഹിറ്റ്മാൻ അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. മാവറിക്കിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡീമൻ അവിടെ കയറി ചെല്ലുന്നുണ്ട്. മാവറിക് അവിടെ സ്പോട്ട് ചെയ്ത് ലോക്കിനോട് മാവറിക് ആൻഡ് സന്തോഷം തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം 17-12 നിലയിൽ നിൽക്കുന്നു. തൽക്കാലം ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷിനെ സ്പോട്ട് ചെയ്ത് എന്തായാലും ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോവനെ സ്പോട്ട് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. തൊട്ടടുത്തേക്ക് നേട് എത്തുന്നുണ്ട്. റീബോണ്ട് അവിടെ റീബോണിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യുന്നുണ്ട്. റീബോൺ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സന്തോഷം അവിടെ കയറി വരുന്നുണ്ട്. സന്തോഷിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ നോവ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ലോക്കിനെ നോക്കാൻ ലോക്കി ഒരു കോണിൽ കൂടെ ഫയർ കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഹീലിയോസിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. റീബോൺ അവിടെ 20-16 എന്ന നിലയിൽ എത്തിച്ചിട്ടുണ്ട്. പൊരിഞ്ഞ പോരാട്ടമാണ് തൽക്കാലത്തേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹീലിയോസ് അവിടെ പിടിച്ചിരിക്കുന്നുള്ളൂ. സന്തോഷം അവിടെ കയറി വന്നുകൊണ്ടിരിപ്പുണ്ട്. സന്തോഷമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും സന്തോഷ് റീബോൺ ഡീമൻ എന്നിവർ തമ്മിൽ ഹീലിയോസ് ലോക്കി തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. അപ്പോൾ ഹീലിയോസ് ആൻഡ് ലോക്കി പക്ഷേ ഹീലിയോസിനെ ലോക്കി അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ റീബോൺ എപ്പോഴും അവിടെ കയറി ചെല്ലുന്നത് സന്തോഷിൻ്റെ അടുത്തേക്ക്. സന്തോഷമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നു. ഹിറ്റ്മാൻ അവിടെ കയറി വരുന്നു. ഹിറ്റ്മാൻ അവിടെ നിൽക്കുന്നുള്ള സന്തോഷിനെ അവിടെ പൊരിഞ്ഞായിട്ട് അടിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ്റെ ബാക്കിൽ കൂടെ കയറി ചെന്ന് അടിക്കുന്നുണ്ട്. റീബോൺ അവിടെ ബാക്കിൽ കൂടെ മാവറിക് അടിക്കുന്നുണ്ട്. മാവറിക് അവിടെ സ്പോട്ട് ചെയ്ത് ഹിറ്റ്മാനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിറ്റ്മാൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. മാവറിക്കിൻ്റെ ഒരേ പോരാട്ടം 9 കിലോ ഒക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. സന്തോഷിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സന്തോഷിനെ അവിടെ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം. അപ്പോൾ സന്തോഷം അവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സന്തോഷം അവിടെ ഹിറ്റ്മാനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലോക്കി ഇപ്പോഴും അവിടെ കയറി ചെല്ലുന്നത്. നോവായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. സന്തോഷനുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. റീബോണുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. റീബോണിന് 3 കില്ലാണ് ഒരേ ഓക്കെ അവിടെ ഫിനിഷ് ആവാൻ ശ്രമിക്കുന്നത്. 3 കിലോ അവിടെ എടുത്തിട്ടുണ്ട് ലോക്കി. മനോഹരമായിട്ട് തന്നെ 11 കിലോ എടുത്തുകൊണ്ട് ലോക്കി അവിടെ നിൽക്കുന്നു. മാവറിക്ക് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹൈഡ്രഡ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 29-25 എന്ന നിലയിൽ നിൽക്കുന്നേ ഉള്ളൂ. ഹീലിയോസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ഹിറ്റ്മാൻ അവിടെ ഫൈറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കോണിക്കോട്ടെ റീബോണെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റീബോണെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ പക്ഷേ ഹിറ്റ്മാനെ റീബോൺ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മാവറിക്ക് ഇപ്പോഴും അവിടെ കയറി ചെല്ലുന്നു. മാവറിക്ക് ഡൗൺ ആയതിനു ശേഷം ഹീലിയോസിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. M4 വെച്ചുള്ള പൊരിഞ്ഞ സ്പ്രേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും M4 വെച്ചുള്ള പൊരിഞ്ഞ പോരാട്ടങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്കി അവിടെ എപ്പോഴും കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹീലിയോസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹീലിയോസിനെ ഡൗൺ ചെയ്ത പാടെ തന്നെ റീബോണിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. റീബോണിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. റീബോൺ അവിടെ സ്പോട്ട് എൻ്റെ മോനെ ലാസ്റ്റ് SP എന്തായാലും അവിടെ നിൽപ്പുണ്ട്. തൊട്ടടുത്ത് ബാക്കിൽ ഇവിടെ ഹീലിയോസ് അവിടെ കയറി വന്ന് ഡൗൺ ചെയ്തിട്ടുണ്ട്. മാവറിക്ക് അവിടെ 13 കിലോ എടുത്തേക്കുന്നു. ഫിനിക്സ് അവിടെ ഹിറ്റ്മാൻ അവിടെ 13 കിലോ എടുക്കുന്നു. നോവനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റ്മാൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ഹിറ്റ്മാൻ അവിടെ നോവ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേടുകൾ കൊണ്ട് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹീലിയോസിനെ നോക്കുകയാണെങ്കിൽ ഹീലിയോസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നില്ല. നമ്മുടെ ബാക്കിൽ കൂടെ റീബോൺ വന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 36-33 കട്ട പൊരിഞ്ഞ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 36-30, 37-38, 38 നോവനെ കൂടെ അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ട് കൂടി നോവ അവിടെ ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ നോവ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് 38-34 എന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡീമൻ ലാസ്റ്റ് ഫൈറ്റ് അവിടെ ആരും കൊടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഫയർ അവിടെ ലോക്കി കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽഫ ടീം മെമ്പേഴ്സ് അവിടെ വിൻ ചെയ്തിട്ടുണ്ട് 40-35 എന്ന നിലയിൽ. അമ്മേ